ഹലോ ഗൈസ്, വെൽക്കം ടു മൈസ് വ്ളോഗ്. ഇപ്പോൾ നാളെ ശിവരാത്രി. ഇന്നിപ്പോൾ ശിവരാത്രി വ്രതം എടുക്കുന്നവർക്ക് എൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ ശിവാലയ ഓട്ടം കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ നടക്കുന്ന സംഭവമാണ്. കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്, കന്യാകുമാരിയിൽ ആൾക്കാർ പോകുന്നുണ്ട്, പലയിടത്തു നിന്നും വരുന്നുണ്ട് ശിവാലയ ഓട്ടത്തിന് പോകാൻ. അപ്പോൾ ശിവാലയ ഓട്ടം എന്താണ്, എങ്ങനെയാണ് ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം, അതിന് ജസ്റ്റ് ബ്രീഫിങ് മാത്രമാണ്. ശിവരാത്രി വ്രതം നമ്മൾ തലേന്ന്, അപ്പോൾ ഇന്ന് മുതൽ വ്രതം എടുക്കേണ്ടതാണ്. ഈ വീഡിയോ നേരത്തെ ഇടേണ്ടായിരുന്നു, സോറി. അപ്പോൾ ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരിക്കലിരിക്കണം. നമുക്ക് സാധാ ആഹാരം കഴിക്കാം, ഒരിക്കൽ പച്ചരി ആഹാരം. അത് രാത്രിയോ ഉച്ചയ്ക്കോ എങ്ങനെയാണെന്നുള്ള നിങ്ങളെ അനുസൃതം എടുക്കാം. ആൻഡ് സെക്കൻഡ്, നാളെ മാക്സിമം ഫുൾ ദിവസം ഉപവാസം ഇരിക്കാൻ പറ്റുക അത്രയും നല്ലത്. രാവിലെ എണീക്കുക, കുളിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃ ശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് ഭസ്മം ധരിക്കുക. എന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ പോയിരിക്കുക, ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയിരിക്കുക. ഒന്ന് ധ്യാനിക്കാൻ പറ്റിയ അത്രയും നല്ലത്. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ പറ്റിയ അത്രയും നല്ലത്. മാക്സിമം പഞ്ചാക്ഷരി മന്ത്രം ഒരുപാട് നമുക്ക് ജപിക്കാൻ നോക്കുക. വൈകിട്ടോടുകൂടി ഉപവാസം തുടങ്ങും. രാത്രി 12 മണി മുതൽ വെളുപ്പിന് 2:30-3 മണി വരെയാണ് ഏറ്റവും മുഹൂർത്തം. ആ സമയത്താണ് നമ്മൾ ഉറങ്ങാതിരിക്കേണ്ടതും. ആ സമയത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ദെൻ നമുക്ക് രാവിലെ എണീക്കാം, രാവിലെ ഉറങ്ങാതിരിക്കുക. രാവിലെ ദീപാരാധന തൊഴുതിട്ട് വൈകിട്ട്, അതായത് നാളെ മറ്റന്നാളത്തെ വൈകിട്ടത്തെ ദീപാരാധന തൊഴുതിട്ട് പോയി കിടന്നുറങ്ങാം. മറ്റന്നാൾ ആഹാരമൊക്കെ കഴിക്കാം. രാവിലെ ചെറുതായിട്ട് കരിക്കും വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ച് നമുക്ക് ഉപവാസം അവസാനിപ്പിക്കാം നാളെ രാവിലെ. അതിനുശേഷം വ്രതം കണ്ടിന്യൂ ചെയ്യുക വൈകിട്ട് വരെ. വൈകിട്ട് പോയി തൊഴുത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വ്രതം എന്തെങ്കിലും കഴിച്ച് മുറിക്കുക. നന്നായിട്ടുള്ള ആഹാരം കഴിച്ച് മുറിക്കുക. മാംസമല്ല ഉദ്ദേശിച്ചത്. മാംസാഹാരം മറ്റന്നാളും കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ, ഉത്തമം എന്നാ പറയുക. പിന്നെ ശിവാലയ ഓട്ടത്തിൻ്റെ കഥ ഇനി പറഞ്ഞിട്ടുണ്ടായില്ല. ഇനി അറിഞ്ഞുകൂടാത്ത കൊച്ചു പയ്യന്മാർക്കോ അല്ലെങ്കിൽ കുറേ പുതിയ ജനറേഷനോ ഒരുപാട് പേർക്ക് കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. മഹാദേവന് ഭസ്മാസുരൻ തപസ്സിൽ നിന്ന് കിട്ടിയ വരത്തെ കണ്ടിട്ട് വരത്തെ പരീക്ഷിക്കാൻ ശ്രമിച്ചത് മഹാദേവൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് മഹാദേവൻ അവിടെ നിന്ന് ഓടുക ചെയ്ത് എന്നാണ് പറയുന്നത് ശിവാലയ ഓട്ടത്തിൻ്റെ ഐതിഹ്യം. അപ്പോൾ ഓടുന്ന സമയത്ത് മഹാദേവൻ്റെ കയ്യിൽ രുദ്രാക്ഷങ്ങൾ ഓരോയിടത്തായിട്ട് എറിയുകയുണ്ടായി. അപ്പോൾ ആ എറിഞ്ഞ് വീണ 12 ക്ഷേത്രങ്ങളാണ്, 12 നമുക്ക് പോകേണ്ട 12 ക്ഷേത്രങ്ങളായിട്ട് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ക്ഷേത്രത്തിൽ മഹാദേവൻ നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്നിട്ട് ഭസ്മാസുരനുമായിട്ട് നൃത്തം ചവിട്ടി ഭസ്മാസുരൻ നൈസായിട്ട് സ്റ്റെപ്പ് തലയെ തൊടിപ്പിച്ച് കൊല്ലുക ചെയ്ത്. അപ്പോൾ അവിടെ